31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2029 വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഫുള്ള് കമ്പനി സർവീസ്. 24 മോഡൽ 25 രജിസ്ട്രേഷൻ അല്ല, 23 മോഡൽ 24 രജിസ്ട്രേഷൻ. ഓക്കെ, സോറി. അപ്പോൾ 29 വരെ എല്ലാം ഉണ്ട്. ഹെക്ടർ പ്ലസ് ആണ്, 6 സീറ്റർ ആണ് വരിക. സ്റ്റൈലാണ് ഓപ്ഷൻ വരുന്നത്. സ്റ്റൈല് അത് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുഷ് ബട്ടൺ, സൺറൂഫ്, വയർലെസ് ചാർജർ, പാഡൽ ഷിഫ്റ്റ് എല്ലാം വരുന്നുണ്ട്. 1 ലിറ്റർ ടെർബോ ആണ് വാഹനം വരുന്നത്. ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർഷിപ്പ്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 74-75 ലക്ഷത്തിനടുത്ത്. അന്ന് ഇറങ്ങുമ്പോൾ 74-75 ഉണ്ട്. ഇന്ന് 94 ലക്ഷം രൂപ ഉണ്ട്. ഇന്ന് പുതിയ 94 ലക്ഷം രൂപ. പക്ഷേ ഇത് നമ്മൾ ചോദിക്കുന്നത് ഏകദേശം ജസ്റ്റ് 9,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു ഹാരിയർ ടോപ്പ് ആൻഡ് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം അല്ലേ? മൈലേജ് പൊതുവെ ഹാരിയറിന് എങ്ങനെ കിട്ടാറുണ്ട്? ഒരു 18 റേഞ്ചൊക്കെ സ്ട്രേറ്റ് റോഡ് കിട്ടും. മനസ്സേ, ഞാൻ എന്താ കാണുന്നത്? എന്താ? അതെ അതെ അതെ, GLC ഒക്കെ കേട്ടോ. ഇല്ല, വിട്ടിട്ടില്ല. ഞാൻ മുമ്പ് നമ്മളെ ഒരു പേഴ്സണൽ അല്ല, കമ്പനി പേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും കസ്റ്റമറെ നിലനിർത്തിയിട്ടുണ്ട്. അതായത് നമ്മളെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, ആ ഒരു സമയത്ത് ടെറാനോ, ഡസ്റ്റർ അതായിരുന്നു. പിന്നെ ഓർക്കൊരു അപ്ഗ്രഡേഷൻ എന്നുള്ള നിലയിൽ നമ്മൾ നെക്സോൺ ആ സമയത്ത് എന്താണോ ട്രെൻഡ് അതിനൊപ്പം നമ്മൾ പോയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അത് അവർക്ക് കൊടുത്ത് വീണ്ടും ഒരു അപ്ഗ്രഡേഷൻ വേണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് നമ്മൾ അതേ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സോണറ്റ്, സെൽറ്റോസ്, MG അങ്ങനത്തെ ഒക്കെ എടുത്തു തുടങ്ങിയത്. പിന്നെ ഓർക്കൊരു അപ്ഗ്രഡേഷൻ വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ വണ്ടി വേണം. പക്ഷേ മറ്റുള്ള വണ്ടികളുണ്ട്, മറ്റു വണ്ടിയുണ്ട്. അപ്പോൾ അല്ല, അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഷോറൂം തുടങ്ങുകയാണ്. ഈ വരുന്ന നവംബറിൽ ഇനാഗ്രേഷൻ ഉണ്ടാവും. എവിടെയായിട്ടാ? നമ്മുടെ തിരുവണ്ണൂർ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ, അവിടെ തന്നെ അല്ലേ? അതായത് ഇവിടുന്ന്, അതായത് നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് ഏകദേശം ഒരു 100-150 മീറ്ററിനുള്ളിൽ. അത്രയേ ഉള്ളൂ ദൂരം. അതെ. ഓക്കെ. കാരണം നമ്മളെ കസ്റ്റമേഴ്സിനെ നിലനിർത്താന്നുള്ള പറയാം, അത് തന്നെ. ഓക്കെ, എന്തായാലും എല്ലാവരും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിനനുസരിച്ച് കസ്റ്റമർ ഇങ്ങനെ വളരും, സ്വാഭാവികമായിട്ടും വളരും. ആദ്യം ഒരു വണ്ടി എടുത്ത്, പിന്നെ അടുത്തൊരു വണ്ടി എടുത്ത്, പിന്നെ അടുത്തൊരു വണ്ടി എടുത്ത് അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രീമിയം കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു അപ്ഗ്രേഡ് ചെയ്യട്ടെ, മാറ്റട്ടെ. തീർച്ചയായും. അപ്പോൾ ക്യാപ്സ് കാസ് മാങ്കാവ് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ, കോഴിക്കോട് ജില്ലയിൽ. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. മെയിനായിട്ട് കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് തന്നെയാണ് കാണിക്കാറുള്ളത്. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്യാപ്സിൻ്റെ ഒരു വീഡിയോ 2 ആഴ്ച മുന്നേ നമ്മൾ ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? നമുക്ക് അത്യാവശ്യം എൻക്വയറി, അതിലൊരു പകുതി വണ്ടിയോളം സോൾഡായി പോയിട്ടുണ്ട്. 1-2 വണ്ടി ബുക്കിംഗ് ആയിട്ടുണ്ട്, പക്ഷേ ക്യാൻസലായി പോയി, ഓരോ സിവിൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയുകയാണ്. ഇന്നും എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അഡ്വാൻസിൻ്റെ കേസും പറഞ്ഞിട്ട്. അത് സംസാരിച്ചു കൊടുക്കുകയാണ്, അത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും, അത് ഉറപ്പാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, അഡ്വാൻസ് ചെയ്ത് പോയി. കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കാണ് എല്ലായിടത്തും വരുന്നത്. എല്ലാവരും കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അഡ്വാൻസ് ചെയ്ത് അവർ പറയുന്ന 2 മാസം 3 മാസം വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്ന്. പക്ഷേ പാർട്ടി പറയുന്നു, സബ്സ്ക്രൈബർ പറയുന്നു ഇല്ല, അത് അങ്ങനെയല്ല സംഭവിച്ചു, ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടേതായ കാരണം കൊണ്ട് ഡിലേ വന്നു കഴിഞ്ഞാൽ ഈ അഡ്വാൻസിൻ്റെ എങ്ങനെയാണ് ഇവിടുന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? അതിപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, എല്ലാവരുടെ പോയിന്റ് ഓഫ് വ്യൂ അത് ആയിക്കോണമെന്നില്ല. ഇപ്പോൾ വെച്ചാൽ നമ്മളെപ്പോലുള്ള ഷോറൂമാർ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു കസ്റ്റമറെ കണ്ട് അവരുടെ അടുത്ത് അഡ്വാൻസ് മേടിച്ച് വെച്ചിട്ട് അവർ പേപ്പേഴ്സ് കൊടുക്കാനൊക്കെ ചിലപ്പോൾ 1 ആഴ്ച 2 ആഴ്ചയും കഴിഞ്ഞ് പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും ലോണ് പാസ്സാവില്ലേ എന്നുള്ള ഡിസിഷൻ അറിയാം, അല്ലെങ്കിൽ ഇത്രേ പാസ്സാവുള്ളൂ എന്ന് അറിയാം. അപ്പോൾ കസ്റ്റമർ അത് വേണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും പൈസ വെച്ചിട്ട് വണ്ടി, ഇപ്പോൾ 10 ലക്ഷം രൂപേൻ്റെ വണ്ടിയാണ്, ആ 10 ലക്ഷം രൂപ ഓൾഡായി കിടക്കുക ഈ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ കസ്റ്റമറായിട്ട് ഡിലേ ആക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാ ഷോറൂമാരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം, മെയിൻ പ്രശ്നം. ഇപ്പോൾ ന്യൂ കാർ ആയതല്ല യൂസ്ഡ് കാർ. ഒരു കാർ ഉണ്ടെങ്കിൽ ആ കാറിന് നമുക്ക് പകരം വേറെ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, സെയിം കാർ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. വേറെ വണ്ടി നമ്പർ, വേറെ കിലോമീറ്റർ ഉള്ള വണ്ടി ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കസ്റ്റമേഴ്സ് അധികം ടോക്കൺ ചെയ്യുന്നുണ്ടെങ്കിൽ 1-2-3 ദിവസം കൊണ്ട് പേപ്പേഴ്സൊക്കെ സെറ്റിൽ ചെയ്ത് പെട്ടെന്ന് തന്നെ കാര്യങ്ങളാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒന്ന് മാക്സിമം നീക്കാൻ നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ലോൺ കിട്ടൂല, അറിയൂല, ഓക്കെ ക്യാൻസൽ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ അഡ്വാൻസ്. ഇപ്പോൾ ഏതൊരു ഷോറൂമിൽ ഇഷ്യൂ ഉണ്ട് പറഞ്ഞാൽ ആ ഷോറൂമാർ എന്നല്ല, ഒരുവിധം എല്ലാ ഷോറൂമാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. അല്ല, പലയിടത്തും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, ക്ലിയർ ചെയ്യാറുണ്ട്. എല്ലാ ഷോറൂമാരും ക്ലിയർ ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്താലും നിൽക്കൂല. പക്ഷേ ഇതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് കൂടി കൊണ്ടാണ്. ഓക്കെ, എന്തായാലും വലിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, വിട്ടുപോകരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ. ഏതായാലും നമ്മൾ പ്രീമിയം സെഗ്മെന്റ് കണ്ടല്ലോ, എന്നാൽ പിന്നെ അതിൽ തന്നെ തുടങ്ങാം. മെർസിഡസ് ബെൻസ് GLC 220D ആണ് അല്ലേ? അതെ, 220D ഫോർമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്. ഫോർമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം, 9 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിന് വരിക, ഓൾ വീൽ ഡ്രൈവ് ആണ്. അതെ അതെ. പിന്നെ
അത്യാവശ്യം മൈലേജ് ഉണ്ടാവും അല്ലേ? ഉണ്ട്, 17 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം മൈലേജും ഉണ്ട്. പിന്നെ പ്രീമിയം വണ്ടിയിൽ തന്നെ അത്യാവശ്യം മെയിൻ്റനൻസ് കുറവുള്ള വണ്ടിയാണ് ഈ പറയുന്നത്. ഓക്കെ, പ്രീമിയം വണ്ടിയിൽ മെയിൻ്റനൻസ് കുറഞ്ഞാണ്. പ്രീമിയം വണ്ടി അല്ല, അതെ അതെ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ? ഒറിജിനൽ കേരള ഇത്? ഒറിജിനൽ കേരള, KL13 രജിസ്ട്രേഷൻ. KL13 ആണ്. ഇതിപ്പോൾ 2017 മോഡൽ. ഈ പറഞ്ഞ പോലെ ഡീസൽ ഓട്ടോമാറ്റിക് 9 സ്പീഡാണ് വാഹനം വരുന്നത്. ഫോർമാറ്റിക് GLC 220D. സെക്കൻഡ് ഓണർഷിപ്പിൽ 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 58,000 കിലോമീറ്റർ ഒറിജിനൽ കേരള വാഹനം. 58,000 കിലോമീറ്റർ ഓടി. GLC 220D ഫുൾ സർവീസ് എല്ലാം പ്രോപ്പറാണ്. ഫുള്ള് കമ്പനി സർവീസാണ്. കമ്പനി സർവീസ് ഇഷ്ടം എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ എന്തായാലും വണ്ടികൾക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് ഈ വണ്ടിക്കും ആപ്റ്റായിരിക്കും. ഓക്കെ, എന്തായാലും ഫുൾ ഹിസ്റ്ററി ലഭ്യമാണ്. അപ്പോൾ അത്യാവശ്യം മൈലേജിൽ ഇതാ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു സെഗ്മെന്റ്, എടുക്കാൻ പറ്റിയ ഒരു പ്രീമിയം വണ്ടിയാണ് ഇത്. അന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 74-75 ലക്ഷത്തിനടുത്ത്. അന്ന് ഇറങ്ങുമ്പോൾ 74-75 ഉണ്ട്. ഇന്ന് 94 ലക്ഷം രൂപ ഉണ്ട്. ഇന്ന് പുതിയ 94 ലക്ഷം രൂപ. ഓക്കെ, പക്ഷെ ഇത് നമ്മൾ ചോദിക്കുന്നത് ഏകദേശം 34-75 ഉള്ളൂ. 34,70,000 ഇപ്പം ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. 2017 മോഡൽ. ഓക്കെ, ലോൺ ഒരു 30 lakhs കയറും. കയറും. ഇപ്പോൾ IT ഫയൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിനൊക്കെയാണ്. പിന്നെ ഞാൻ പോയിട്ട് ഇത് എടുക്കൂല, പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഇത് എടുക്കാലോ, നിങ്ങൾക്ക് വരുമാനമില്ലേ? ഞാൻ പോയിട്ട് എടുക്കാൻ നിൽക്കില്ലല്ലോ, കാര്യം പറ. ഒരു 85-90% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. താല്പര്യമുണ്ടോ വിളിച്ചോളൂ. ഇനി നമുക്ക് ചെറുവണ്ടിയിലൊക്കെ അടുത്ത വണ്ടി ഇതാക്കിയ സെൽട്ടോസ് ആണ്. KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയാണ് സാർ ഡീറ്റെയിൽ? ഇത് കിയ സെൽട്ടോസ് ആണ്. ഡീസൽ IMT ആണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള HTX ആണ് ഓപ്ഷൻ വരുന്നത്. മോഡൽ 2023 മോഡൽ. 23 മോഡൽ ഡീസൽ IMT ആണ്. ഓക്കെ, മൈലേജ് ഉണ്ടാവും 18-20 റേഞ്ച് മൈലേജ് കിട്ടും. 23 മോഡൽ എന്ന് പറയുമ്പോൾ 26 വരെ അണ്ടർ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഇത് 5 ഇയർ എടുത്തിട്ടുണ്ട്. 5 ഇയർ ഉണ്ട്. 28 വരെ അപ്പോൾ വാറണ്ടിയിൽ നിൽക്കുകയാണ് വാഹനം. എന്ത് പണി വന്നാലും വാറണ്ടി ക്ലെയിം ചെയ്തെടുക്കാം അല്ലേ? ധൈര്യത്തിൽ കൊണ്ടു നടക്കാം. എന്തായാലും സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. HTX ആണ്. ഓക്കെ, ടോപ്പിന്റെ താഴെ അല്ല? താഴേക്ക് താഴെ. അതായത് ഇതിൽ ഒരുവിധം പുഷ് ബട്ടൺ, സൺറൂഫ്, അലോയ് വീല്, ബാക്ക് ക്യാമറ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, പിന്നെ വയർലെസ് ചാർജർ വരുമോ? വയർലെസ് ചാർജർ ഇല്ല. 6 എയർ ബാഗ് ഇല്ല. പിന്നെ വെന്റിലേഷൻ സീറ്റ് ഇല്ല. ഈ 3 സാധനം കുറവുണ്ടാവും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഇത് നമുക്ക് എത്ര കൊടുക്കാം? 14,75. 14,70,000 ഇപ്പൊ ചോദിക്കുന്നത്. ഡീസൽ IMT വാഹനമാണ്. 2023. ഇത് പുതിയ ഇപ്പൊ എത്ര ഉണ്ട് ഇറങ്ങുന്നത്? ഇപ്പൊ റേറ്റ് വരുന്നത് 21,20,000 അങ്ങനെ എന്തോ റേറ്റാണ് വരുന്നത്. ഇപ്പൊ ഡീസൽ IMT ഇല്ല. ഇപ്പം പെട്രോൾ IMT ഉള്ളത്. ഇപ്പോൾ ഡീസൽ IMT ലാസ്റ്റ് വന്ന് 21,20 അങ്ങനെ എന്താ റേറ്റ്, അതായത് കഴിഞ്ഞ വർഷം. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് വിളിച്ചോളൂ. ഏകദേശം എത്ര മാറ്റം വന്നു? ഇപ്പം എത്രയാണ് പറഞ്ഞത്? 21 റുപ്യെന്ന് ഇപ്പം 15 എന്ന് പറയുമ്പോഴത്തേക്ക് 6 ലക്ഷത്തിന് 7 ലക്ഷം രൂപ. 6 ലക്ഷത്തിന് 6 സംതിങ്. ഞാൻ മാക്സിൽ കുറച്ച് വയ്ക്കാം. 6 സംതിങ്. ഓക്കെ, ലോൺ എത്ര കയറും? നമുക്കൊരു 85% ലോൺ ചെയ്യാൻ പറ്റും. അടുത്തത് കോമ്പാക്ട് SUV തന്നെ കിയ സോണറ്റ് KL85 രജിസ്ട്രേഷൻ വാഹനമാണ്. അതെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ HTX പെട്രോൾ IMT ആണ് വാഹനം വരുന്നത്. 2026 വരെ വാറണ്ടി ഉള്ള വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21 മോഡൽ 28,000 ലോ കിലോമീറ്റർ ആണ്. അതെ, ലോ കിലോമീറ്റർ. 4 വർഷം കൊണ്ട്. ഓക്കെ, IMT ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാറ്റാം, വണ്ടി ഓഫായി പോകുന്ന പ്രശ്നമൊന്നും വരില്ല. ഓക്കെ, കുറെ ആളുകൾക്ക് പേടിയുണ്ട് ആക്ച്വലി ഈ IMT എന്ന് പറയുന്നത് കംപ്ലൈൻറ്റ്സ് കൂടുതലാണോ എന്നുള്ള സംഭവം. പക്ഷെ അങ്ങനത്തെ പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു സെഗ്മെന്റ് ഡീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കൊന്ന് 3 വർഷമായിട്ട് എന്തായാലും ആയി. അതിന് ഇടയിൽ നമുക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഇഷ്യൂസ് വരാത്ത ഒരു സംഭവമാണ് IMT എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഇത്ര പേടിക്കുന്നതെന്നുള്ള അറിയില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു അറിവിലുള്ള കാര്യം ഞാൻ ഷെയർ ചെയ്തതാണ്. എല്ലാ മാസവും നമ്മളൊരു 5-6 വണ്ടി വിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി പോലും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കിയ വിറ്റ ആൾക്കാരാണ്. അതെ, അതുകൊണ്ടാണ് നമ്മളിപ്പോഴും വാറണ്ടി കൊടുത്ത് വീണ്ടും എടുത്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്നുണ്ട് 26 വരെ. എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 8,50,000 രൂപ. 2021 IMT ലോ കിലോമീറ്റർ വണ്ടി. 8.5 ലക്ഷം. ഇതിപ്പോൾ പുതിയതിന് എത്ര ഉണ്ട് ഏകദേശം? പുതിയതിന് എക്സാക്ട് എനിക്ക് അറിയില്ല. എനിക്കൊന്ന് 13 അടുപ്പിച്ച് റേറ്റ് ഉണ്ട്. 13 അടുപ്പിച്ച് GST സംബന്ധിച്ചിടത്തോളം 5 ലക്ഷം രൂപേൻ്റെ അടുത്ത് മാറ്റാം അല്ലേ? അതെ. ഓക്കെ, 8.5 5 ഉണ്ടാവില്ല, 4.5 സംതിങ് ഉണ്ടാവും മാറ്റം.
ഓക്കെ, അപ്പോൾ പുതിയ ചിലപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അത് കഴിച്ചിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഓഫീസും കഴിച്ചിട്ടാണ് ആ വില വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ നമ്മൾ പറയുന്ന വണ്ടികളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിരുന്നു വില മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വെന്യൂവിൻ്റെ. അത് മാറിയിട്ടുണ്ടായിരുന്നു, അത് തെറ്റിപ്പോയതാണ്. ടോപ്പിൻ്റെ വില മൂപ്പര് നോക്കിയത് മാറിപ്പോയി, ടോപ്പനിലേക്ക് നോക്കിപ്പോയി. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാനെന്നല്ല ആര് വീഡിയോ ചെയ്യുമ്പോഴും ചിലപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ വന്നു പോയേക്കാം. മനുഷ്യർ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, എന്തായാലും ചൂണ്ടിക്കാണിക്കണം. കാരണം ബാക്കിയുള്ളവർക്ക് ഉപകാരപ്രദമാവും. നമ്മൾ പറയാൻ തെറ്റിപ്പോയാലും ബാക്കിയുള്ളവർക്ക് ഉപകാരപ്രദമാവും. അപ്പോൾ എന്തായാലും നോക്കാം. മാക്സിമം ലോൺ കയറും, ഒരു 7 ലക്ഷം 7.5 വരെയൊക്കെ കയറും. ലോൺ കയറും. ₹1-1.5 ഉണ്ടെങ്കിൽ ബാക്കി സുഖമായിട്ട് ലോൺ കയറിപ്പിക്കോളും, ഇറക്കാം. അടുത്തത് നല്ല അടിപൊളി ഒരു സെഡാൻ കാറ്റഗറിയാണ്. സ്കോഡ സ്ലാവിയ KL 4 4422 2255. അതായില്ല, അല്ല അതായില്ലല്ലോ, ആയിരുന്നു പൊളിച്ചല്ലേ. അതെ. പക്ഷേ ആസ് എ മമ്മൂട്ടി ഫാൻ നമുക്ക് 4422 ഹാപ്പിയാ. അത്ര ഹാപ്പിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷനിൽ വരുന്ന ഓട്ടോമാറ്റിക് TSI 1 ലിറ്റർ ടെർബോ 1 ലിറ്റർ ടെർബോ എഞ്ചിൻ വരുന്ന ടോപ്പ് ഓപ്ഷൻ വരുന്നത്. മറ്റേ ടോപ്പ് ലൈൻ വരുന്നത് വോക്സ്വാഗണിലെ ടോപ്പ് ലൈൻ ഇതിൽ വരുമ്പോൾ സ്റ്റൈലാണ് ഓപ്ഷൻ വരുന്നത്. രണ്ടും സെയിം സാധനം തന്നെയാണ്. ഡിസൈനിലുള്ള ചെറിയൊരു മാറ്റം, ഗ്രില്ലിൽ കാര്യങ്ങളിലൊക്കെ വരുന്ന ചെറിയ അങ്ങനത്തെ മാറ്റങ്ങൾ, അങ്ങനത്തെ മാറ്റം. ബാക്കി എല്ലാം ടെക്നിക്കലി എല്ലാം സെയിം ആണ്, രണ്ടും വിർച്ചസ് ആയാലും ഇതായാലും. ഓക്കെ, 23 മോഡലുണ്ട്, 24 രജിസ്ട്രേഷൻ ഉണ്ട്. വാറണ്ടി ഇപ്പൊ എത്ര വരെ? 28 വരെ ഉണ്ടാവും. 28 വരെ 4 വർഷമാണ് കമ്പനി കൊടുക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. 38,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 38,000 ഓടിയിട്ടുണ്ട്. അത് ഒന്നാമത് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഇപ്പോൾ ഈ വെർട്ടസ് ആണെങ്കിലും സ്ലാവിയ ആണെങ്കിലൊക്കെ നമുക്ക് സ്ട്രേറ്റ് റോഡ് 17 വരെയൊക്കെ മൈലേജ് കിട്ടും. സിറ്റിയിൽ ചിലപ്പോൾ 12. ടർബോ എടുത്ത് കത്തിക്കരുത്. മറ്റേ ചവിട്ടി ആ സംഭവം ഒരു 80 90 100 പോയാലും കിട്ടും, 100 പോയാലും കിട്ടും. പക്ഷെ കത്തിച്ച് കയറ്റാൻ പാടില്ല. സ്ലോലി കൊടുത്തിട്ട് മെല്ലെ എക്കണോമിക് ആയിട്ടാണ്. 100 പോയാലും നിങ്ങൾക്ക് ആ മൈലേജ് കിട്ടും. ഓക്കെ, അപ്പോൾ മിനിമം ഒരു മൈലേജ് ഒരു 12-13 എന്തായാലും കിട്ടും. 12-13 ആ ഒരു മൈലേജ് എന്തായാലും കോമൺ ആയിട്ട്. അതേപോലെ പറയണമെന്ന് വെച്ചൊരു സംഭവമാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ്. പലർക്കും ഇപ്പോഴും കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ സ്കോഡ വണ്ടികൾ അല്ലെങ്കിൽ വോക്സ്വാഗൺ വണ്ടി എടുക്കുമ്പോൾ മെയിൻ്റനൻസ് കൂടുതലല്ലേ എന്നുള്ള. അത് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പെട്രോൾ വണ്ടിയേ ഉള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി മാരുതിനെ അപേക്ഷിച്ചിട്ടൊക്കെ കൂടുതലായിരിക്കും. ബാക്കി അല്ലാണ്ട് ഇപ്പം കുറവാണ്. അൺസൈക്കബിൾ ബില്ലൊന്നും ഇപ്പം ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, സൺറൂഫ്, അങ്ങനത്തെ വേണ്ട എല്ലാ ഫീച്ചേഴ്സും വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇതിപ്പോൾ നമ്മൾ 14,50,000 രൂപ. 14.5 ലക്ഷത്തിന് 23 മോഡൽ 24 രജിസ്ട്രേഷൻ 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, ടോപ്പ് ലൈൻ, 1 ലിറ്റർ ടെർബോ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഇത് ഇപ്പോൾ പുതിയ എത്ര ഉണ്ട്? ഇപ്പം റേറ്റ് 20,84. 20,84. ഇനിയിപ്പോൾ ഓഫറൊക്കെ ഉണ്ടാവുമായിരിക്കും. 20 ലക്ഷം രൂപ കൂട്ടിക്കോളി. അപ്പോൾ ഒരു 5.5-6 ലക്ഷത്തിനടുത്ത് മാറ്റം വന്നു കഴിഞ്ഞു. മാറ്റം വന്നു. 5 ലക്ഷം രൂപ. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറുതും കൂടി നമ്മൾ മാറ്റി കൊടുക്കാം. അപ്പോൾ 6 അടുപ്പിച്ചിട്ട് മാറ്റം വരും. ചെറിയ മാറ്റം ഇവരും ചെയ്തു തരും എന്തായാലും. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് നിങ്ങൾക്ക് വിളിക്കാം. എന്തായാലും നല്ലൊരു വണ്ടിയില്ല സഡാൻ. അതെ. അടുത്ത ലോണും കാര്യമില്ല മാക്സിമം. പിന്നെ 85-90% അടുത്തതാ ഒരു ബ്രാൻഡ് ന്യൂ എന്ന് പറയാൻ പറ്റിയ ടാറ്റ ഹാരിയർ ആണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് ഹാരിയർ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2024 5-ാം മാസം വണ്ടിയാണ്. ഫിയർലെസ് പ്ലസ്, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ഡീസൽ, ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർഷിപ്പിൽ വെറും 9,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ്. 9,000 ഒരു വർഷം കൊണ്ട്. ഇപ്പോൾ വാറണ്ടി 27 വരെ. 27 വരെ വാറണ്ടി ഉണ്ട്. 27 വരെ കമ്പനി വാറണ്ടിയിലേക്കാണ്. ജസ്റ്റ് 9,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു ഹാരിയർ ടോപ്പ് ആൻഡ് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം അല്ലേ? മൈലേജ് പൊതുവെ ഹാരിയറിന് എങ്ങനെ കിട്ടാറുണ്ട്? ഒരു 18 റേഞ്ചൊക്കെ സ്ട്രേറ്റ് റോഡ് കിട്ടും. ഓട്ടോമാറ്റിക് കിട്ടും. സ്ട്രേറ്റ് റോഡാണ്. ടൗൺ ആണെങ്കിൽ ഒരു 13-14 ആ റേഞ്ച് കൂട്ടിയാൽ മതി. ഓക്കെ, എന്തായാലും ഒരു ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റിയ വണ്ടിയാണ് ഇത്. അന്ന് ഇറക്കുമ്പോൾ എത്ര ഉണ്ടായിരുന്നു, ഇപ്പം എത്ര വരുന്നുണ്ട്? അതായത് അന്ന് കസ്റ്റമർ ഇറക്കിയ സമയത്ത് അവരുടെ അടുത്ത് ബില്ലുണ്ട് 33,28,000 അങ്ങനെ എന്തോ. 33,28 കസ്റ്റമർ വാങ്ങിച്ചത്. ഇന്നിപ്പോൾ 31,70 റേറ്റ്. ഇന്ന് കുറഞ്ഞില്ല, കുറഞ്ഞ് 31,70 ഇന്നത്തെ പുതിയ വില. അതായത് ജസ്റ്റ് മാസങ്ങൾ പഴക്കമേ ഉള്ളൂ. അതെ. പിന്നെ ഇപ്പം നിങ്ങൾ എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,65,000 രൂപ. ഏകദേശം ഒരു 6 ലക്ഷത്തിന്റെ മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? 6 ലക്ഷം റുപ്യന്റെ മാറ്റം. 9,000 കിലോമീറ്റർ ഓടിയാനാണ് വന്നത്. ഒരു വർഷം മാത്രം പഴക്കമുള്ള സെയിം സാധനം തന്നെ ഇപ്പൊ ഇറങ്ങുന്ന ഒരു മാറ്റമില്ല. അപ്പോൾ
പുതിയ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് പോയിക്കോളും, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോയിക്കോളും മൊത്തത്തിൽ. ഒരു 6 ലക്ഷം രൂപ മാറ്റല്ലേ. പിന്നെ ആളുകൾക്ക് കുറേ സംശയമുള്ള ഒരു സംഭവമുണ്ട്, ഇപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് പുതിയത് യൂസ്ഡ് തമ്മിൽ ഒരുപാട് മാറ്റില്ലേ എന്നൊക്കെയുള്ള. ഇതിൽ തന്നെ ഇപ്പോൾ ന്യൂ കാർസുമായിട്ട് ഏകദേശം അടുപ്പിച്ചിട്ടാണ് യൂസ്ഡ് കാറിനും ഇൻട്രസ്റ്റ് റേറ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പല ബാങ്കുകളിലൊക്കെ ആയിട്ട്. അതിൽ തന്നെ 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന വണ്ടികളുണ്ടല്ലോ. ഇപ്പോൾ ഇത് 1 ഇയർ ആയിട്ടുള്ളൂ. 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന വണ്ടികൾ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ വരെ ലോണ് പാസ്സാക്കി കൊടുക്കുന്നുണ്ട്. അതും ഇൻട്രസ്റ്റ് റേറ്റ് ന്യൂ കാർസിനോട് ചേർന്നിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നം ഇപ്പം അധികം ഇല്ല ആളുകളുടെ ഇടയിൽ. എന്തായാലും നോക്കാം. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ അടുത്ത വണ്ടിയിൽ. അങ്ങനെ നമ്മൾ ക്യാപ്സിൻ്റെ ഐറ്റത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കിയ സോണറ്റ് KL 45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ വാഹനമാണ്. GT ലൈൻ ഏറ്റവും ടോപ്പ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, ഒരു കോമ്പാക്ട് SUV വെന്യൂ എടുക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ വെന്യൂ സോണറ്റ് എടുക്കണമെന്ന് എന്നോട് ചോദിച്ചു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ സോണറ്റ് എടുക്കണമല്ലേ. എൻ്റെ അടുത്ത് ഇതുള്ളല്ലോ. സോണറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ടാവും. ഫീച്ചേഴ്സ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. ചിലർക്ക് ഭംഗി അതാ ഇഷ്ടം, ചിലർക്ക് ഭംഗി ഇതാ ഇഷ്ടം. സൗകര്യത്തിനെടുക്കുക. ബാക്കി ഒരു ഇതും സംഭവങ്ങളൊക്കെ വെന്യൂ ഇതൊക്കെ സെയിം ആണ്, കമ്പനി എല്ലാം സെയിം ആണ്, എഞ്ചിനും എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ. 2028 വരെ വാറണ്ടി ഉള്ള പെട്രോള് IMT GTX ആണ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ടോപ്പ് ആൻഡ് സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. അണ്ടർ വാറണ്ടിയിലേക്കാണ്. കിലോമീറ്റർ എത്രയും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ. ഓക്കെ, 23 രജിസ്ട്രേഷൻ, നോർമൽ ഓട്ടം പോയിട്ടുണ്ട് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. മൈലേജ് ഇതിന് പൊതുവെ എങ്ങനെ കിട്ടാറുണ്ട്? നമുക്കൊരു 12 തൊട്ടിട്ട് ഒരു 17 വരെ പറയാം. സ്ട്രൈറ്റ് റോഡൊക്കെ 17 വരെ കിട്ടിയവരുണ്ട്, അതായത് ഞാൻ തന്നെ. പിന്നെ നമുക്കൊരു 12 പറയാം സിറ്റിയിൽ. ഓക്കെ, അപ്പോൾ സിറ്റി ഡ്രൈവ് ട്രാഫിക്കിനനുസരിച്ചിട്ടാണ്, എന്തായാലും ഒരു ആവറേജ് അത്ര ആവറേജ് പറഞ്ഞത്. പിന്നെ ഇത് IMT എന്ന് പറയുമ്പോൾ അറിയാലോ, ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാറ്റാം, നമ്മളെ പവറിനനുസരിച്ചിട്ട് ഗിയർ മാറ്റാം, അതേപോലെ തന്നെ ഓഫായി പോകുന്ന പ്രശ്നമില്ല. ഇല്ല, കയറ്റത്തിലൊന്നും വലിയ സീനിലല്ലോ. ഇല്ല, ഒരു കുഴപ്പമില്ല, എടുത്തുകൊണ്ടുപോകാൻ സുഖമായിട്ട് ഒരു അങ്ങനത്തെ പ്രയാസമില്ല. ഇപ്പോൾ ഓട്ടോമാറ്റിക് തന്നെ ജസ്റ്റ് ഗിയർ ഷിഫ്റ്റിംഗ് സംഭവം ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇപ്പോഴത്തെ വില, ഇതിൻ്റെ വില ഇപ്പോഴത്തെ വില പറഞ്ഞു കഴിഞ്ഞാൽ 15,25,000 രൂപ. മുമ്പ് 16,75 ആയിരുന്നു. അന്ന് 16,75, 1.5 രൂപയോളം പ്രൈസ് ഡ്രോപ്പ് വന്നു. 15,25,000 രൂപ. ഇപ്പോൾ പുതിയ വില 15,25. ഇത് ഇപ്പോൾ എത്ര കൊടുക്കാം? 10,40,000 രൂപ നമ്മൾ വയ്ക്കുന്നത്. 10,40, ഏകദേശം 5 ലക്ഷത്തിൻ്റെ അടുത്ത് മാറ്റം വന്നില്ല. അതിനൊരു കാര്യം ചെയ്യാം, 10,25 പറയാം, ഞാൻ ഫൈനൽ 10,25 കൊടുക്കാം. അപ്പോൾ കറക്റ്റ് 5 ലക്ഷം റേറ്റ് 10,25 കൊണ്ടുപോകാം. നിങ്ങൾക്ക് 5 ലക്ഷത്തിൻ്റെ മാറ്റം വന്നു. 18,000 കിലോമീറ്ററാണ് ഓടിയത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും വിളിക്കാം അല്ലേ? ധൈര്യമായിട്ട്. ഓക്കെ, സെൽട്ടോസ് KL 2 കൊല്ലം വണ്ടിയാണ്. കിയയുടെ സെൽട്ടോസ് സോണറ്റിൻ്റെ നേരെ അടുത്ത സ്റ്റേജ്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ HTK പ്ലസ് പെട്രോൾ മാനുവൽ ആണ് വാഹനം വരുന്നത്. മിഡിൽ ഓപ്ഷനായിട്ട് വരുന്ന ഓപ്ഷനാണ് HTK പ്ലസ് എന്ന് പറയുമ്പോൾ. അതിൻ്റെ മേലെ HTX, X+, GT ലൈൻ അല്ലേ, അങ്ങനെയാണ് വരിക. ഇതിൻ്റെ അകത്ത് തന്നെ പുഷ് ബട്ടൺ, അങ്ങനത്തെ പുഷ് ബട്ടൺ, സ്ക്രീന്, ബാക്ക് ക്യാമറ, ഡീഫോഗർ, ബാക്ക് വൈപ്പർ, ഒരുവിധം എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ വെന്റിലേഷൻ സീറ്റ് ഇല്ല, സൺറൂഫ് ഇല്ല, പിന്നെ അലോയ്സിന്റെ ഷേപ്പിൽ മാറ്റം ഉണ്ടാവുന്നു. അത് GTX-ന് HTX ആയിട്ട് മാറ്റമൊന്നുമില്ല, സെയിം ആണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. 22 മോഡൽ, കിലോമീറ്റർ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 18,000 വളരെ ലോ കിലോമീറ്റർ ആണ്. 3 വർഷം കൊണ്ട് അത്രേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ റേറ്റ് ചോദിക്കുന്നത് 10,80,000 രൂപ. 10,80 സെൽട്ടോസ് ഉണ്ട്, 10,25 സോണറ്റ് ഉണ്ട്. അതിന്റെ മോഡൽ വ്യത്യാസമുണ്ട്, മോഡൽ കൂടിയതാണ്, GTX ആണ്. ഓക്കെ, അപ്പോൾ ഇത് 10,80 അല്ലേ പറഞ്ഞപ്പോൾ? 10,80. അന്നിറങ്ങുമ്പോൾ അല്ല, പുതിയ എത്ര ഉണ്ട്? ഇപ്പോഴത്തെ റേറ്റ് 16 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. 16 ലക്ഷം ഇപ്പോഴത്തെ GST കഴിഞ്ഞു. 16,88 ഇപ്പോൾ സൈറ്റിലൊക്കെ കാണിക്കുന്നത്. പക്ഷേ HTK പ്ലസ് O എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഓപ്ഷനിൽ ചെറിയ മാറ്റം. ഓപ്ഷൻ മാറിയിട്ടുണ്ടല്ലോ, അതിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം സാധനങ്ങളൊക്കെ തന്നെ. ഓക്കെ, അന്ന് ഏകദേശം എത്ര ഉണ്ട്? എനിക്ക് തോന്നുന്നു അന്ന് 17 രൂപയോളം റേറ്റ് ഉണ്ട്. ഇപ്പോൾ 16 ആണ്. അപ്പോൾ ഇത് ഏകദേശം 5-5.5 ലക്ഷം രൂപ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. അടുത്ത വണ്ടിയിൽ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫ്രഞ്ച് ഐറ്റമാണ് അല്ലേ, സിട്രോൺ എയർക്രോസ് അല്ലേ, C3 ആണ്. എയർക്രോസ് C3 KL 2 രജിസ്ട്രേഷൻ. ഇതെന്ന് വെച്ചാൽ ഒരു കൺവെർട്ടബിൾ 7 സീറ്റർ എന്ന് പറയാൻ പറ്റും. കാരണം വെച്ചാൽ പുറകിൽ ഡിക്കി സ്പേസ് തീരെയില്ല.
ആ ഒരു ചെറിയ ബേബി സീറ്റാണ്. ഞാൻ ഇപ്പോൾ കയറി ഇരുന്ന് നോക്കി ശരിക്കും. ഇരുന്നിട്ട് കാലിങ്ങനെ ഇങ്ങനെ മടങ്ങി വെക്കുന്നുണ്ട് ശരിക്കും. ശരിക്കും ഒരു ബേബി സീറ്റ് മാത്രമാണ്. കുറച്ച് ഒരു 10-15 കിലോമീറ്റർ ഒക്കെ വേണമെങ്കിൽ ഇരുന്ന് പോകാം. നമ്മളെപ്പോലത്തെ ഉയരമുള്ള ആൾക്കാർക്ക് ഇരുന്ന് പോകാം. അല്ലാതെ ബേബി സീറ്റ് തന്നെയാണ്. പിന്നെ മടക്കി കൺവേർട്ട് ചെയ്തിട്ട് ഡിക്കി സ്പേസ് ആക്കാം. അതിനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് സിട്രോൺ ഈ പറഞ്ഞ പോലെ എയർക്രോസ് 7 സീറ്റർ മാക്സ് ആണ് ഓപ്ഷൻ വരുന്നത്. അതായത് ഫുൾ ഓപ്ഷനാണ്. സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ മാനുവൽ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 18,000 കിലോമീറ്റർ. ഏതാ മോഡൽ പറഞ്ഞാൽ? 2023 മോഡൽ, 24 രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ വാറണ്ടി 3 വർഷം 27 വരെ ഉണ്ട്. ഓക്കെ, അണ്ടർ വാറണ്ടിയിൽ വെക്കുന്ന വാഹനം തന്നെയാണ്. കിലോമീറ്റർ 18,000 ഓടി. 18,000. ഓക്കെ, ഇത് പുതിയതിന് ഇപ്പോൾ എത്ര വില വരുന്നത്? പുതിയതിന് 15,23,000 രൂപ. 15 റേറ്റ്. ഓക്കെ, ഇത് 18,000 കിലോമീറ്റർ ആണ് ഓടിയത്. 23-24 രജിസ്ട്രേഷൻ ആണ്. ഒരു വർഷം കൊണ്ട് 18,000 ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ഓട്ടം പോയിട്ടുണ്ട്. മൈലേജ് ഉണ്ട്. 17 മൈലേജ് കിട്ടുന്നുണ്ട്. 17 18 കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ സിറ്റിയിലാണെങ്കിലും നമുക്ക് 13ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 9,90,000 രൂപ. 990. ഒന്നും കൂടി ചവിട്ടി കൊടുത്തുകൂടെ? ചെറിയൊരു മാറ്റം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 5 ലക്ഷത്തിൻ്റെ അടുത്താണ് മാറ്റം. 5 ലക്ഷത്തിന്റെ അടുത്തല്ല, 15-23 വണ്ടി 990 5ന്റെ മുകളിലായി. 5, 10, 5 രൂപ ഉണ്ടാവും. അപ്പൊ 5ന്റെ അടുത്തല്ല, 5ന്റെ മുകളിൽ. ഫ്രഞ്ച് മോഡലാണ്. ചവിട്ടി കൊടുക്കണം ഒന്നും കൂടി. കൊടുത്തിട്ടുണ്ട്. 1 വർഷം പഴക്കമല്ലേ ഉള്ളൂ. 1-1.5 വർഷം, 2 വർഷം കൂട്ടിക്കോ. ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരുടെ വിളിച്ചോളൂ. ഒരു കൺവെർട്ടബിൾ ടൈപ്പാണ്. ലോൺ മാക്സിമം കയറും. മാക്സിമം ലോൺ കയറും, ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി. അടുത്തത് സ്കോഡ കുഷാക് കോമ്പാക്ട് SUV സെഗ്മെന്റ് തന്നെ. KL73 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ, 24 രജിസ്ട്രേഷൻ, പെട്രോൾ, ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ. സ്റ്റൈലാണ് ഓപ്ഷൻ വരുന്നത്. സ്റ്റൈല് അത് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുഷ് ബട്ടൺ, സൺറൂഫ്, വയർലെസ് ചാർജർ, പാഡൽ ഷിഫ്റ്റ് എല്ലാം വരുന്നുണ്ട്. 1 ലിറ്റർ ടെർബോ ആണ് വാഹനം വരുന്നത്. ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർഷിപ്പ്, 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 1 ലിറ്റർ ടെർബോ പവർഫുൾ ആണ്. എന്നാൽ അത്യാവശ്യം മൈലേജും കിട്ടും. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു 11-15 റേഞ്ച് പ്രതീക്ഷിക്കാം അല്ലേ? 15 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. ലോങ്ങിലൊക്കെ പോകുമ്പോൾ വേറെ ക്ലെയിം കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2028 വരെ വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടി ഉണ്ട്. ഓക്കെ, 23 മോഡൽ പറഞ്ഞാൽ? 23 മോഡൽ, 24 രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ 4 വർഷത്തെ വാറണ്ടി. 29 വരെ ഉണ്ടാവില്ലേ? 4 വർഷമല്ലേ ഉള്ളൂ. അപ്പോൾ 24. ഓക്കെ, ശരി. 28 വരെ വാറണ്ടി വരും. ഓക്കെ, അപ്പോൾ പുതിയ വണ്ടിക്ക് ഇപ്പോൾ എത്ര വരുന്നുണ്ട്? ഇപ്പോൾ റേറ്റ് 20 ലക്ഷത്തി സംതിങ് ഉണ്ട്. 20 റുപ്യ ഓഫറിലൊക്കെ 20 റുപ്യ റേഞ്ച് റേറ്റ് വരും. 20 ലക്ഷമാണ് പറയുന്നത് ഇപ്പോഴത്തെ. ഇതിന് എത്ര നമ്മൾ ചോദിക്കുന്നത്? 14,35,000 രൂപ. 14,35 അല്ലേ? ഏകദേശം ഒരു 5.25 ലക്ഷത്തിൻ്റെ അടുത്ത്, 5-65 ലക്ഷം മാറ്റം വന്നു കഴിഞ്ഞു. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. ഓട്ടോമാറ്റിക് ടോപ്പ് ലൈറ്റ് സ്റ്റൈൽ ടോപ്പ് ലൈൻ മറ്റേ സ്റ്റൈലിലാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ലോണും ഒരു 85% നമുക്ക് എല്ലാ വണ്ടിക്കും ചെയ്ത് കൊടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. അടുത്തതാ ഒരു ഡാർക്ക് എഡിഷൻ ടാറ്റ ഹാരിയർ KL71 നിലമ്പൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയാണ് സാർ ഡീറ്റെയിൽ വരുന്നത്? ഇത് 2021 മോഡല് XZ പ്ലസ് ഡീസൽ മാനുവൽ ആണ് വാഹനം വരുന്നത്. ഏറ്റവും ടോപ്പ് ആൻഡ് വാഹനമാണ്. സേഫ്റ്റിന്റെ കാര്യം പറയണ്ട, 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. മൈലേജും ഉണ്ട്. ഡീസൽ മാനുവൽ ആയതുകൊണ്ട് 12 വരെ മൈലേജും കിട്ടും. ഡീസൽ മാനുവലാണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. ജീപ്പ് കോമ്പസിന്റെ ഒക്കെ സെയിം കാറ്റഗറി. അതുപോലെ MG ഹെക്ടർ അല്ല, അതൊക്കെ സെയിം കാറ്റഗറിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 31,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വലിയ ഓട്ടം പോയിട്ടില്ല അല്ലേ? ഇല്ല, വലിയ ഓടിയിട്ടില്ല. 4 വർഷം കൊണ്ട് അത്രേ ഓടിയിട്ടുള്ളൂ. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഒരു ഡോറ് മാറിയിട്ടുണ്ട്. അതിന് ഡോർ ഗ്ലാസോ കാര്യങ്ങളൊന്നുമില്ല. ഡോർ ഷെല്ല് മാത്രമാണ്. രജിസ്റ്റർ എടുത്താൽ അറിയാൻ പറ്റുമോ? അത്രയും മൈന്യൂട്ട് സംഭവമാണ്. ഓക്കെ, എന്തായാലും ഈ വണ്ടി ഇപ്പോൾ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറി. ഇതിന്റെ വിലയായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും വില പറഞ്ഞുതരാം. ഇപ്പോഴത്തെ റേറ്റ് 30,60 ആണ്. 30,60,000. ഇപ്പോൾ ഇതിന്റെ ഓൺ റോഡ് മാനുവൽ ടോപ്പ് എൻഡ് അല്ലേ? അതെ. ഓക്കെ, ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? അന്ന് 26,78. 26,78,000 രൂപ അന്ന് ഇറങ്ങുമ്പോഴുള്ള വണ്ടിയാണ്. 31,000 കിലോമീറ്റർ. എത്ര? 31,000 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിനെത്ര ചോദിക്കുന്നത്? ഇപ്പോൾ ക്യാപ്സ് കാസ് ചോദിക്കുന്നത് 13,50,000 രൂപ. 13,50,000. ഏകദേശം 13.5 ലക്ഷത്തിന്റെ മേലെ മാറ്റം വന്നു അല്ലേ? 13 ലക്ഷം. ശരിയാ, 13.5. അത്രയും മാറ്റം വന്നു. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. ലോ കിലോമീറ്റർ ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയത് ഓപ്ഷൻ സ്റ്റൈലും ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ വില ഇത്രയും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ താല്പര്യം ഉണ്ട് എന്തായാലും പെട്ടെന്ന് വിളിച്ചോളൂ. ലോൺ ഏകദേശം 90%
90% നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ 100% വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഓരോ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് കുറയും കൂടുകയൊക്കെ ചെയ്യും. ഇപ്പോൾ 75% തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു ബ്ലാക്ക് സെൽട്ടോ സ്കെയിൽ 31 രജിസ്ട്രേഷൻ. ഇതും GT ലൈനാണ്, ടോപ്പിൻ്റെ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2021 മോഡൽ പെട്രോൾ മാനുവൽ GTX ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന 56,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 56,000 കിലോമീറ്റർ ഓടിയ വണ്ടി, 21 മോഡലാണ്, ടോപ്പിൻ്റെ മാനുവൽ, പെട്രോൾ. മൈലേജ് ഒരു 12-16 റേഞ്ച്, 16-17 ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. മൊത്തം പൊടി പിടിച്ച് കിടക്കാണ്. അത് വണ്ടി വന്നിട്ടേ ഉള്ളൂ. ഒന്ന് ക്ലീൻ ചെയ്യാനും പോളിഷ് ചെയ്യാനും വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ വന്നോണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കാണിക്കുന്നതാണ്. പിന്നെ ഇതിൽ ഈ വെന്റിലേഷൻ സീറ്റ്, സൺറൂഫ്, പുഷ് ബട്ടൺ, ഹെഡ്, ഒരു ഇതെല്ലാ ഓപ്ഷൻസും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരും. സൺറൂഫ് അടക്കണ്ടേ? സൺറൂഫ് ഉണ്ട്. പിന്നെ പുതിയ എത്ര വരുന്നുണ്ട്? ഇതിന് എത്ര രൂപയ്ക്കുന്നു? പുതിയന് 21,84,000 ഇപ്പോഴത്തെ റേറ്റ് ആണ്. 54,84 ഓഫർ ഉണ്ടാവും അതിന്റെ കൂടെ. അതെ അതെ. അപ്പോൾ ഇതിനിപ്പോൾ എത്രയാ? ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് 12,50,000 രൂപ. അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? അന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോൾ 21-ലൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 20 ലക്ഷം റുപ്യ റേഞ്ച് ആയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 7.5 ലക്ഷത്തിന്റെ മാറ്റം വന്നിട്ടുണ്ട്. അതെ അതെ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. 90% ലോൺ കിട്ടുമല്ലോ? കിട്ടും, മാക്സിമം ലോൺ കിട്ടും. ഹോണ്ട സിറ്റിയാണ് അടുത്ത വാഹനം. KL 59, കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ. അതെ, കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പാണ്. അതെ, സെഡാനിൽ ഒരു സമയം ഭരിച്ചിരുന്ന ഒരു സമയമല്ല, സെഡാനിൽ ഇപ്പോഴും ഭരിക്കുന്നതിൻ്റെതായ പ്രൗഢിയാണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ പെട്രോൾ മാനുവൽ ആണ് വാഹനം വരുന്നത്. 17 പെട്രോൾ മാനുവൽ V ആണ് ഓപ്ഷൻ വരുന്നത്. 51,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഇതിന്റെ മേലെ VX ഉണ്ടാവും. ZX ഉണ്ടാവും. ആ സമയത്ത് VX തന്നെ ഉള്ളൂ. ZX ഇല്ല. സൺറൂഫ് 17 ഇല്ല, ZX ഇല്ല, VX തന്നെ ഉള്ളൂ. ഓക്കെ, സൺറൂഫ് വരുന്നില്ല അന്ന്. സൺറൂഫ് VX-ൽ വരുന്നുണ്ട്. അപ്പോൾ അതുണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. കിലോമീറ്റർ 51,000 ഓടിയിട്ടുള്ളൂ. 51,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ? ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ. പെട്രോൾ സിറ്റി ആണ്. മൈലേജ് ഒരു 11-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. ഓക്കെ, പെട്രോൾ മാനുവൽ ആണ്. പിന്നെ മെയിൻ്റനൻസ് തീരെ ഉണ്ടാവില്ല. പെട്രോൾ അടിക്കുക, ഓടിക്കുക, സാധാരണ സർവീസിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. അങ്ങനെ കൊണ്ട് നടക്കാം. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 6,75,000 രൂപ. 6,75,000 2017 V ഓപ്ഷൻ സിറ്റി പെട്രോൾ. അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്യുമ്പോൾ 6 lakh വരെ ലോൺ കിട്ടും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചാൻസ് ഉണ്ട് അല്ലേ? ഇത് പിന്നെ പുതിയ പഴയൊന്നും വില പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ വണ്ടിയാണ്, അതുകൊണ്ടൊന്നും പറയുന്നത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വണ്ടി MG ഹെക്ടർ പ്ലസ് ആണോ ഹെക്ടർ ആണോ? ഹെക്ടർ പ്ലസ് ആണ്. ഹെക്ടർ പ്ലസ് KL 1 രജിസ്ട്രേഷൻ ആണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷനിൽ വരുന്ന ഷാർപ്പ് പ്രോ ആണ് ഓപ്ഷൻ വരുന്നത്. ന്യൂ ഷേപ്പ് MG ഹെക്ടർ പ്ലസ്. ഷാർപ്പ് പ്രോ എന്ന് പറയുമ്പോൾ ടോപ്പാണോ? അപ്പോൾ ഇതിന്റെ മുകളിൽ സാവി വരുന്നുണ്ട്. അഡാസിന്റെ ഒരു ഫീച്ചർ എക്സ്ട്രാ ഉണ്ടാവും. ഇതിൽ തന്നെ ബാക്കി പറയുന്ന 14 ഇഞ്ച് ഡിസ്പ്ലേ, ബാക്കി എല്ലാ സംഭവം ഉണ്ട്. അഡാസ് ഒഴികെ ബാക്കി എല്ലാ സംഭവം ഉണ്ടാവും. പിന്നെ 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2029 വരെ വാറന്റി ഉള്ള വണ്ടിയാണ്. ഫുള്ള് കമ്പനി സർവീസ്. 24 മോഡൽ 25 രജിസ്ട്രേഷൻ അല്ല, 23 മോഡൽ 24 രജിസ്ട്രേഷൻ. ഓക്കെ, സോറി. അപ്പോൾ 29 വരെ എല്ലാം ഉണ്ട്. ഹെക്ടർ പ്ലസ് ആണ്, 6 സീറ്റർ ആണ് വരിക. അതെ അതെ. മൈലേജ് ഇതിന് പൊതുവെ എത്ര കിട്ടും? മൈലേജ് ഒക്കെ നമുക്ക് CVT ആണ് വരാം. പെട്രോൾ CVT ആണ് വരാം. മുമ്പ് DCT ഒക്കെ വന്നുകൊണ്ടിരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒരു 6 തൊട്ടിട്ട് 11 വരെ പറയാൻ പറ്റിയിരുന്നു. പക്ഷെ ഇപ്പോൾ CVT ആയപ്പോൾ ഒരു 8 തൊട്ടിട്ട് 12 വരെ പറയാം. ഓക്കെ, അതാണ് അതിന്റെ മാറ്റം. ഒരു ക്ലെയിമും ഇല്ല? ക്ലെയിം ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇതിപ്പോൾ നമ്മൾ വയ്ക്കുന്നത് 18,25,000 രൂപ. 23 മോഡൽ 24 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്. ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പൊ പുതിയ വണ്ടിക്ക് എത്ര ഉണ്ട്? ഏകദേശം എനിക്ക് തോന്നുന്നു 26.25, അതായത് 28 സംതിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ GST കുറഞ്ഞിട്ട് 18,4. അപ്പൊ ഏകദേശം ഒരു 8 ലക്ഷത്തിന്റെ മാറ്റം. 8.5 ലക്ഷം റുപ്യേന്റെ മാറ്റമുണ്ട്. അതായത് ഇത് അന്ന് എടുക്കുന്ന സമയത്ത് 28 സംതിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ GST മാറ്റം വന്നല്ലോ. ഓക്കെ. അപ്പൊ താല്പര്യം ഉണ്ട്, എന്തായാലും വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനം ഹ്യുണ്ടായ് ക്രെറ്റ. ഏറ്റവും ന്യൂ ഷേപ്പ് ആണ്. KL 7 രജിസ്ട്രേഷൻ. ക്രെറ്റ അൽക്കസർ. ഞാൻ തിരുത്തണോ? പെട്ടെന്ന് ബാക്കോട്ട് നോക്കുമ്പോ എല്ലാം ഒരുപോലെ ഉണ്ട് അല്ലേ? എല്ലാം ഏകദേശം ഫ്രണ്ട് ഒക്കെ പുതിയ ഗ്രില്ല് ഇങ്ങനെ. ഓക്കെ, അപ്പൊ അൽക്കാസർ ആണ്. സോറി, 7 സീറ്റർ ആണ് വാഹനം. 7 ഓ 6 ഓ? 6 ആണ് അല്ലേ? 6 സീറ്റർ വണ്ടി.
മിഡിൽ റോ ക്യാപ്റ്റൻ സീറ്റാണ്. ക്യാപ്റ്റൻ സീറ്റ് ആകാതെ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2021 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് പ്രസ്റ്റീജ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. അതായത് പുഷ് ബട്ടൺ, പനോരമിക് സൺറൂഫ്, പിന്നെ എയർ ബാഗ്, ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, പ്രസ്റ്റീജ് പ്ലസ്. 39,000 ആ ഒരു വർഷം സംബന്ധിച്ചുള്ളൊരു നോർമൽ കിലോമീറ്റർ ആണ്, വലിയ കിലോമീറ്റർ. ഇതിന് മൈലേജ് പൊതുവെ കുറവായിരിക്കും, 12 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടുള്ളൂ. ഓക്കെ, അതെ. അപ്പോൾ ഒരു 6 സീറ്റർ വാഹനം തപ്പി കിടക്കുന്നത്. പിന്നെ ഈ 6 സീറ്റർ പെട്രോളിൽ മൈലേജ് ഒരുവിധം എല്ലാത്തിനും ആ റേഞ്ചാണ്. അപ്പോൾ കാരൻസ് മാത്രം കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം MGയിലേക്ക് പോയാൽ ഇതിലും കുറവാണ്. പിന്നെ മറ്റേതെങ്കിലും ബ്രാൻഡിലേക്ക് പോയാലും കുറവ് ഈ ഒരു റേഞ്ചേ കിട്ടുള്ളൂ. ഓക്കെ, MG കുറച്ചും കൂടി ഭീമാകരമാണ്. ഭീമാകരമാണ്. യെസ്, ഓപ്ഷൻ കൂടുതലാണ്. ഇതിലിപ്പോൾ ആക്സിഡന്റ് വാറണ്ടി ഒന്നുമില്ലല്ലോ? ഇല്ല. നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ടാവും 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനായിട്ട്. ഇതിപ്പോ പുതിയ എത്ര വരുന്നുണ്ട്? പുതിയതിന് 21 റുപ്യറ്റാണ് റേറ്റ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ GST 23 സംതിങ് ആയിരുന്നു. ഇപ്പോൾ 21,70 അങ്ങനത്തെ റേറ്റ് വരുന്നുണ്ട്. 22 അടുപ്പിച്ച്. ഇതിനിപ്പോൾ എത്രയാ? ഇപ്പം നമ്മൾ ചോദിക്കുന്നത് 14,50,000 രൂപ. 14.5 ലക്ഷം. അപ്പോൾ ഏകദേശം 7 ലക്ഷത്തിൻ്റെ അടുത്ത് മാറ്റം വന്നു. 39,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്, 2021 മോഡൽ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. 4 വർഷത്തെ പഴക്കമാണ് വണ്ടി. ഓക്കെ, അപ്പോൾ മാക്സിമം എന്തായാലും ലോൺ കിട്ടൂല? ലോൺ ചെയ്യാൻ പറ്റും, മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും വിളിച്ചോളൂ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിലേക്ക് രേഖപ്പെടുത്തുക. എന്ത് തന്നെയായാലും അത്രേ ഉള്ളൂ. ഓക്കെ, കമൻസിലേക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമ്മളെ തീർക്കുമ്പോൾ നമ്മളെ ലക്ഷറി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്പർ ലക്ഷറി ഇവരുടെ പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാങ്കാവ് തന്നെയാണ്, ക്യാപ്സ്ലെക്സ്. ഓക്കെ, അപ്പോൾ ലക്ഷറി കാർ നോക്കുന്നവരുണ്ടെങ്കിൽ അവിടേക്കും വരാം അല്ലേ? അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു മനസ്സേ. ബൈ.